ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അനഘയുടെ തല പൊട്ടി രക്തം വാർന്നു വരുന്ന കാഴ്ച കണ്ട് അവിടേക്ക് ഓടിയെത്തിയ അർച്ചന അനഘയോട് ചോദിച്ചു, എന്തിനാ മോളെ വെറുതെ നീ അവരോട് വഴക്കിടാൻ പോയത്? നിനക്കറിയില്ലേ അവരുടെ സ്വഭാവം എന്ന് ചോദിച്ചതും അനഘ പറഞ്ഞു, എനിക്കറിയാം ഏട്ടത്തി, അവരെന്നെ കൊല്ലും, അത് തീർച്ചയാണ്. പക്ഷേ എന്നെ കൊന്നാലും എല്ലാ സത്യങ്ങളും ഏട്ടത്തിയെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഏട്ടത്തി ഞാനിപ്പോ ഏട്ടത്തിയോട് എല്ലാം പറയുന്നത്. ഇപ്പോ അവരിവിടെ സംസാരിച്ചത്, ആ ധനുഷും എന്റെ ചേച്ചി എന്ന് പറയുന്ന ആ സ്ത്രീയും കൂടി സംസാരിച്ചത് എന്താണെന്ന് ഞാൻ കേട്ടു. നാളെ ഇവിടെ നടക്കാൻ പോകുന്ന കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിൽ ആ കുഞ്ഞിനെ കൊല്ലുമെന്നുള്ള തീരുമാനത്തിലാണ് അവർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യാൻ അവർ ശ്രമിക്കുവേട്ടതേ. അതുമാത്രമല്ല, മറ്റ് പല കാര്യങ്ങളും അവർ ഇതുപോലെ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എനിക്കറിയാൻ ഏട്ടത്തി. അന്ന് നന്ദേട്ടന്റെ ബർത്ത്ഡേ ദിവസം ആ കേക്കിൽ വിഷം കലർത്തിയതും അവർ തന്നെയായിരുന്നു. അന്ന് ഞാനും അതിൽ പങ്കാളിയാണ്. എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും അതിനെ സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. ഒരുപക്ഷെ ഇത്തരം പ്രവൃത്തികളൊക്കെ കൊണ്ടായിരിക്കും എനിക്കും ഇതുപോലെയുള്ള വിധികൾ ഉണ്ടായത്. എന്തായാലും ഏട്ടത്തി, ഇനി അത്തരം ദുഷ്പ്രവർത്തികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ എനിക്കാവില്ല. അതുമാത്രമല്ല, ഏട്ടത്തിയോട് മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അന്ന് ചേച്ചിക്ക് അബോർഷൻ ആയില്ലേ, ആ കുഞ്ഞ് നന്ദേട്ടന്റെ കുഞ്ഞാണെന്നല്ലേ ഏട്ടത്തി ഉൾപ്പെടെ ഈ വീട്ടിലുള്ള എല്ലാവരും കരുതിയിരിക്കുന്നത്. സത്യത്തിൽ അത് നന്ദേട്ടന്റെ കുഞ്ഞല്ല, ധനുഷിന്റെ കുഞ്ഞാണ്. ആ വാർത്ത കേട്ടതും അർച്ചന ഞെട്ടലോടെ നോക്കി. മോളെ, നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചതും, അതേ ഏട്ടത്തി, ഇതെല്ലാം സത്യമാണ്. ഞാനിതൊക്കെ മറച്ചു വെച്ച് ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ഈ സത്യം പറയാതെ ഞാൻ മറച്ചു വെച്ചത് വേറൊന്നും കൊണ്ടല്ല. ഇതൊക്കെ ഇവിടെയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചേച്ചിയല്ലേ ഒന്നും അല്ലെങ്കിലും അവർ പിന്നെ ഈ വീടിന് പുറത്താവില്ലേ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചതെന്ന് അനഘ പറയുകയും, എല്ലാ സത്യങ്ങളും കേട്ടതിന്റെ ആഘാതത്തിൽ ഞെട്ടിത്തരിച്ച് അർച്ചനയിരിക്കുമ്പോൾ അനഘ രക്തം വാർന്നു പോയതിന്റെ ആ ബോധക്ഷയത്തിൽ പുറകിലേക്ക് മറിയുന്നു. അത് ആ നിമിഷം തന്നെ ഉറക്കത്തിലായിരുന്ന അവന്തിക ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. ഉടനെ അവന്തികയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് ആ ഒരു സ്വപ്നത്തിൽ താൻ കണ്ടതുപോലെ, അന്ന് അർച്ചന തന്നോട് പറഞ്ഞതുപോലെ, ഇനി വരാൻ പോകുന്ന സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങളായിരിക്കും, നോക്കിക്കോ എന്ന അർച്ചനയുടെ അന്നത്തെ വാക്കുകൾ അത് സത്യമായതുപോലെ അവന്തിക ഓർത്തു. അപ്പോ എല്ലാ കാര്യങ്ങളും അനഘ അവളോട് പറഞ്ഞിട്ടുണ്ടാകുമോ, എല്ലാ സത്യങ്ങളും അവൾ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന ആശങ്ക അവന്തികയുടെ മനസ്സിനെ അലട്ടി. ഇനി അഥവാ അവളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അർച്ചനയെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാരണവശാലും ഇനി അവൾ ഈ വീട്ടുകാരുടെ മുന്നിൽ ആ സത്യങ്ങൾ തുറന്നു പറഞ്ഞാലും അതാരും വിശ്വസിക്കരുത്. ആ രീതിയിലാക്കി മാറ്റണം. അവളുടെ ഒരു വാക്കും ആരും വിശ്വസിക്കാത്ത രീതിയിലാക്കി മാറ്റിയിരിക്കണം. അതിനു വേണ്ട കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത്. അവളെ ആരും വിശ്വസിക്കരുത് എന്ന് അവന്തിക മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു. പിറ്റേന്ന് രാവിലെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിന് അവിടെ പങ്കെടുക്കാനായി എത്തുന്നവർക്ക് മുന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു അവന്തികയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവന്തിക പുതിയ പദ്ധതികൾ മെനഞ്ഞു. പിറ്റേന്ന് രാവിലെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ആവണിമോളും സന്ദീപും ഒക്കെ ചേർന്ന് നടത്തുമ്പോൾ രാവിലെ തന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സേതുമാധവം റെഡിയായി ഹാളിലേക്ക് എത്തി. അപ്പോഴേക്കും, ആഹാ, എല്ലാ ഒരുക്കങ്ങളും തയ്യാറായല്ലേ ആവണിമോളെ എന്ന് സേതുമാധവൻ അന്വേഷിക്കുമ്പോ ആവണി പുഞ്ചിരിയോടെ പറഞ്ഞു, അതെ, ഇനി കുഞ്ഞാവ ഇങ്ങ് വന്നാ മതി. കുഞ്ഞാവനെ അമ്മ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ആവണിമോൾ മറുപടി നൽകി. അപ്പോഴാണ് മുകളിൽ നിന്ന് സ്റ്റേജ് ഇറങ്ങി അർച്ചന താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച ഏവരും കണ്ടത്. അർച്ചനയുടെ മുഖമാകെ വല്ലാതെ വിഷാദത്തിലിരിക്കുന്നത് കണ്ട്, മുഖത്തൊരു തെളിച്ചവുമില്ലാതെ ആകെ സങ്കടത്തോടെ താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതോടെ എല്ലാവരും ആശ്ചര്യത്തോടെ ചോദിച്ചു, എന്തു പറ്റി? ഉടനെ സേതുമാധവൻ ചോദിച്ചു, എന്താ മോളെ, നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാതെ? എന്താ ആതിര എന്തെങ്കിലും പറഞ്ഞോ മോളെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോൾക്ക്? മോൾ ഇതുവരെയായിട്ടും എന്താ റെഡിയാകാത്തത് എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, ഏയ്, എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ, ഇപ്പൊ തന്നെ ഞാൻ റെഡിയാകും എന്ന് അർച്ചന അവരോട് മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് സംസാരിച്ചു. സന്ദീപിനും ആവണിമോൾക്കും അർച്ചനയുടെ ഈ സങ്കടത്തിന്റെ കാരണം എന്താണെന്ന് സേതുമാധവനെ പോലെ തന്നെ മനസ്സിലായി. പിന്നീട് കാണുന്നത് നെല്ലിശ്ശേരിയുടെ മുറ്റത്തേക്ക് ഒരു ഓട്ടോ വന്നു നിന്നു. ഓട്ടോയിൽ നിന്ന് ദയാനന്ദ മാഷും കമലമ്മയും കൂടെ അർച്ചനയുടെ പ്രിയപ്പെട്ട അനൂപേട്ടനും അവിടേക്ക് എത്തി. ദയാനന്ദ മാഷും കമലമ്മയും കൂടി വാതുക്കലേക്ക് വരുന്നത് കണ്ട് ആവണിമോൾ ഓടിയെത്തി. ആഹാ, അച്ഛമ്മേ, അല്ല അച്ഛൻ എവിടെ എന്ന് ചോദിച്ചതും, ദാ അച്ഛനല്ലേ വരുന്നത് എന്ന് പറഞ്ഞ് ആവണിമോളെ അനൂപിനെ ചൂണ്ടിക്കാട്ടി. അനൂപ് വളരെ സന്തോഷത്തോടെ മോളെ എന്ന് വിളിച്ച് ദയാനന്ദ മാഷിന്റെയും കമലമ്മയുടെയും കൂടെ പതിയെ പതിയെ അവിടേക്ക് കയറി വന്നു. അവിടെ അവർ 3 പേരും കൂടി വന്നതിന് ശേഷം സേതുമാധവൻ സന്തോഷത്തോടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. ആഹാ, എല്ലാവരും എത്തിയല്ലോ എന്ന് പറഞ്ഞ്, അല്ല മോളെവിടെ? മോളെ കണ്ടില്ലല്ലോ, എന്താ
എല്ലാവരുടെയും മീരയുടെയും അനക്കം കേൾക്കുന്നില്ലല്ലോ എന്ന് കമലമ്മ ചോദിച്ചതും ആവണിമോള് പറഞ്ഞു, അമ്മ കുഞ്ഞാനെ കുളിപ്പിച്ചെടുക്കാൻ കൊണ്ടുപോയിരിക്കുകയാ, ഇപ്പൊ തന്നെ വരും എന്ന് പറഞ്ഞു. ഇനി കുഞ്ഞു മാത്രം ഇങ്ങനെ എത്തിയാൽ മതി, നൂലുകെട്ട് ചടങ്ങിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു. ഉടനെ ആവണിമോള് പറഞ്ഞു, ആ എന്നാ നമുക്കങ്ങ് നൂല് കെട്ടിയാലോ എന്ന് ചോദിച്ചതും അയ്യോ അതെങ്ങനെയാ ഇപ്പൊ നൂലുകെട്ടി ചടങ്ങ് നടത്തുന്നേ, എല്ലാവരും കൂടെ വരണ്ടേ എന്ന് ചോദിച്ചു. എന്നാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് സേതുമാധവൻ എല്ലാവരും ക്ഷണിച്ച് അവിടുന്ന് മാറിപ്പോകുമ്പോ കമലമ്മ അർച്ചനയുടെ മുഖം ശ്രദ്ധിച്ചു. എന്താ മോളെ അച്ചു, നിന്റെ മുഖത്തെന്താ വല്ലാത്തൊരു സങ്കടം എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, ഒന്നുമില്ലമ്മേ. എന്താ ആതിര വീണ്ടും എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? കുഞ്ഞിനെ തരില്ലെന്നോ കുഞ്ഞിനെ എടുക്കരുതെന്നോ അങ്ങനെ എന്തെങ്കിലും ഇനിയും നിന്റെ നേരെ അത്ര എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടോ അവൾ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, ഒന്നുമില്ലമ്മേ, ഒരു പ്രശ്നവുമില്ല. അപ്പോഴാണ് ഉടനെ കമലമ്മ പറഞ്ഞത്, എനിക്കറിയാം മോളെ, നീ എന്റെ മകളാണ്, അതുപോലെ തന്നെ അവളും എന്റെ മകൾ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാം, മനുഷ്യരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമ്മളാരും കരുതുന്നത് പോലെ അല്ലല്ലോ. ആതിരയുടെ ഇത്തരം സ്വഭാവങ്ങൾക്ക് നീ ഒരിക്കലും പിന്തുണ നൽകരുത്, അതുപോലെ തന്നെ അതിന് വളം വെച്ച് കൊടുക്കുകയും ചെയ്യരുത്. അവള് ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ എന്താന്ന് അവൾ അറിയുന്നില്ല, അതാണ് സത്യം. എന്റെ മോള് അതൊന്നും ഓർത്ത് മനസ്സ് വിഷമിക്കരുത്. ആതിര പറയുന്നതിനൊന്നും ഒരിക്കലും മോള് അവളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കരുത് എന്ന് പറഞ്ഞു. ഉടനെ അർച്ചന ആതിരയുടെ ആ സംസാരം കേട്ട് മനസ്സ് തകർന്നു നിൽക്കുന്ന അർച്ചനയോട് കമലെടുത്തി പറഞ്ഞു, എന്റെ പൊന്നുമോളെ, നീ എല്ലാ വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കുമെന്നും എല്ലാം സഹിക്കുമെന്നും എനിക്കറിയാം. പക്ഷെ അതുപോലെ അവളുടെ സ്വഭാവം ഈ വീട്ടിലുള്ള എല്ലാവരും അതെല്ലാം അനുഭവിക്കുകയും അതെല്ലാം സഹിക്കുകയും ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അവിടെ കുഞ്ഞിനെ കുളിപ്പിച്ച് മീരെടുത്തി കയ്യിലെടുത്ത് കുഞ്ഞിനെ മടിയിലെടുത്ത് വെച്ച് തോർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അപ്പുറത്ത് മാറി നിന്ന് ശിവരാമൻ ശ്രദ്ധിച്ചത്. ശിവരാമൻ കുഞ്ഞിന്റെ അരയിൽ കെട്ടാനായി കറുത്ത ചരടുമായി അവിടെ കാത്തു നിന്നു. കുഞ്ഞിനെ കുളിപ്പിച്ചു കഴിഞ്ഞത് ഉടനെ മീരെടുത്തി പറഞ്ഞു, അതെ ഇനി വാവച്ചി ഇവിടെ ഇരിക്കട്ടോ, ഞാനേ ഇപ്പൊ തന്നെ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ഉടനെ ദേഹമൊക്കെ തുടയ്ക്കുന്നതിനിടയിൽ അവിടേക്ക് ആവണിമോൾ ഓടിയെത്തിയിട്ട് പറഞ്ഞു, അമ്മേ ദേ അവിടെ അച്ഛനും അച്ഛമ്മയും ഒക്കെ വന്നിരിക്കുന്നു. ഇപ്പൊ തന്നെ അച്ഛമ്മയും അച്ഛനും വന്ന് കുഞ്ഞാവയെ ഉടുപ്പിടിപ്പിക്കാനായിട്ട് കുഞ്ഞാവയുടെ നൂലുകെട്ട് ചടങ്ങിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ മീരടുത്തി പറഞ്ഞു, അതെ മോള് ഒന്ന് ഇച്ചിരി നേരം നോക്കിയിരിക്കണേ കുഞ്ഞാവേനെ, അമ്മ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആവണിമോള് കുഞ്ഞാവേനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയും അതെ ഇന്ന് നമ്മളെ നൂലുകെട്ട് ചടങ്ങാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പുറത്ത് നിന്ന് അനൂപ് വിളിച്ചു, മോളെ ആവണി എന്ന് വിളിച്ചതും ദാ വരുന്നു വെച്ചാ, ദേ ചേച്ചി ഇപ്പൊ വരാവേ, പാവ ഇവിടെ ഇരുന്നോണേ എന്ന് പറഞ്ഞ് ആവണി വേഗം എഴുന്നേറ്റ് പോയി. ഈ സമയത്ത് ശിവാനന്ദൻ നോക്കുമ്പോ അവിടെ മറ്റാരും തന്നെ കുഞ്ഞിന്റെ അരികിലില്ലെന്ന് കണ്ടു. ഉടനെ ശിവാനന്ദൻ പതിയെ കുഞ്ഞിന്റെ അരികിലേക്ക് എത്തി. കുഞ്ഞ് ആ സമയത്ത് തന്റെ അരികിലേക്ക് വന്ന അച്ഛനെ ശ്രദ്ധിക്കാതെ അങ്ങനെ ഇരുന്നതും ഉടനെ ശിവരാമൻ വേഗം തന്നെ കുഞ്ഞിനെ മടിയിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ശിവരാമൻ കുഞ്ഞിന്റെ മുഖത്ത് ഉമ്മ കൊടുക്കുകയും ഉടനെ തന്നെ കുഞ്ഞിന്റെ അരയിൽ ആ കറുത്ത നൂല് കെട്ടാനായി ആരും കാണാതെ വേഗം തന്നെ കുഞ്ഞിന്റെ അരയിലേക്ക് ആ കറുത്ത നൂല് കെട്ടുന്നു. അങ്ങനെ ആ കറുത്ത ചരട് കെട്ടി തന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് താൻ നടത്തിയതിന്റെ സന്തോഷത്തിൽ ശിവരാമൻ കുഞ്ഞിനെ തന്റെ നെഞ്ചിലേക്ക് അങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന നേരത്താണ് അവിടേക്ക് അപ്രതീക്ഷിതമായി അവന്തിക എത്തിയത്. വാതിക്കലേക്ക് അവന്തിക എത്തിയതും ശിവരാമൻ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടു. ഉടനെ ശിവരാമൻ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടതോടെ അവന്തിക ചോദിച്ചു, എന്തോടെ താൻ ഈ കാണിക്കുന്നത്, ആ കൊച്ചിനെ ഇവിടെ വെച്ചിട്ട് താൻ എഴുന്നേറ്റ് പോടോ എന്ന് പറഞ്ഞത്. ശിവരാമൻ വേഗം തന്നെ കുഞ്ഞിനെ കുളിപ്പിച്ച് കിടത്തിയ ആ ഷീറ്റിൽ തന്നെ കുഞ്ഞിനെ പതിയെ കിടത്തിയിട്ട് വേഗം ശിവരാമൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ശിവരാമൻ പോയി കഴിഞ്ഞതും അവന്തിക ആകെ ദേഷ്യത്തോടെ ശിവരാമന്റെ ആ പ്രവൃത്തിയിൽ കലിയോടെ നോക്കി. ആരുടെയും കണ്ണിൽ പെടാതെ കുഞ്ഞിനെ വന്നെടുത്ത ശിവരാമന്റെ ആ പ്രവൃത്തിയോട് അവന്തിക ആകെ ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ ശിവരാമൻ കുഞ്ഞിന്റെ അരയിൽ നൂല് കെട്ടിയതിന്റെ സന്തോഷത്തിൽ അവിടെ നിന്ന് പോയി. കുഞ്ഞ് തനിച്ചവിടെ കിടക്കുന്നത് കണ്ടുകൊണ്ട് അതുവഴി എത്തിയ അർച്ചന കുഞ്ഞിന്റെ അരികിലേക്ക് എത്തി. ഏട്ടത്തി എന്ന് വിളിച്ച് മീരെടുത്തിയെ വിളിച്ചുകൊണ്ട് അർച്ചന അതുവഴി വന്നത് കുഞ്ഞിന്റെ അരികിൽ ആരും ഇല്ല എന്ന് കണ്ടതോടെ അർച്ചന ഓടി വന്ന് കുഞ്ഞിനെ കയ്യിലെടുത്തു. കുഞ്ഞിന്റെ അരയില് ആ നൂല് കിടക്കുന്നത് അർച്ചന ശ്രദ്ധിച്ചതുമില്ല. വേഗം തന്നെ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് അർച്ചന അകത്തേക്ക് കയറിപ്പോന്നു. ഈ സമയത്ത് അവന്തിക അർച്ചന കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് അർച്ചനയെ മാറി നിന്ന അവന്തിക ശ്രദ്ധിച്ചു. അത് ശരി, ഇതുകൊണ്ടൊരു പണിയുണ്ടല്ലോ എന്ന രീതിയിൽ അവന്തിക ദേഷ്യത്തോടെ അങ്ങനെ അകത്തേക്ക് പോകുമ്പോ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് നേരെ അർച്ചന മുകളിലേക്ക് വന്നു.
അർച്ചനയുടെ അരികിലേക്ക് മീരടുത്തി എത്തിയതും മീരടുത്തി ചോദിച്ചു, ആഹാ ഇത് കൊള്ളാം, ഇത് എപ്പോഴാ അർച്ചന നീ കുഞ്ഞിനെ എടുത്തത്? നിന്റെ കൈ കൊണ്ടുവന്ന് ആവണിമോള് തന്നിട്ട് പോയോ എന്ന് ചോദിച്ചതും ഉടനെ അർച്ചന പറഞ്ഞു, ആവണിയോ എന്റെ കയ്യിലൊന്നും തന്നില്ല, ആവണിമോൾ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കുഞ്ഞിനെ കുളിപ്പിച്ചെടുത്ത് കുഞ്ഞ് തനിച്ചു കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ എടുത്തോണ്ട് പോന്നതാ എന്ന് പറഞ്ഞു. ഉടനെ മീരടുത്ത് ചോദിച്ചു, അത് ശരി, ഞാൻ ആവണിയെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്, എന്നിട്ട് അവളിത് എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ മീരടുത്തിയോട് അർച്ചന പറഞ്ഞു, ഞാൻ പറഞ്ഞ സത്യ ഏട്ടത്തി, കുഞ്ഞ് നനച്ചു കിടന്നുകൊണ്ടാ ഞാൻ എടുത്തത്. അങ്ങനെ പറഞ്ഞ് അവർ സംസാരിച്ചു നിന്നപ്പോ അവന്തിക വേഗം ആതിരയുടെ റൂമിലേക്ക് എത്തി. ആതിരെ എന്ന് വന്ന് വിളിച്ചതും ആ ഏട്ടത്തി നീ ഇവിടെ റെഡിയാവുന്നതേ ഉള്ളോ എന്ന് ആതിരയോട് അവന്തിക അന്വേഷിച്ചു. അതെ, കുഞ്ഞിനെ കുളിപ്പിച്ചൊരുക്കാൻ മീരടുത്തി എടുത്തോണ്ട് പോയി, കുഞ്ഞ് റെഡിയായി വരുമ്പോഴേക്കും ഞാൻ താഴേക്ക് എത്തിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, ഓ അത് ശരി, മീരയുടെ കയ്യിലാണ് നീ കുഞ്ഞിനെ കൊടുത്തു വിട്ടത്, അപ്പൊ പിന്നെ അർച്ചനയാണല്ലോ കുഞ്ഞിനെ എടുത്തോണ്ടിരിക്കുന്നത്. ഞാനോടത്തോ പഴയതുപോലെ കുഞ്ഞിനെ എടുക്കാനും കൊഞ്ചിക്കാനും ഒക്കെ അർച്ചനയ്ക്ക് നീ കുഞ്ഞിനെ കൊടുത്തോ എന്നാ ഞാൻ അതിശയപ്പെട്ടതെന്ന് പറഞ്ഞപ്പോ ആതിരയ്ക്കാകെ ടെൻഷനായി. ഉടനെ അവന്തിക പറഞ്ഞു, അല്ലെങ്കിലും സൂക്ഷിച്ചു, അവൾ എന്തൊരു സ്വഭാവക്കാരിയാണ്, ഇങ്ങനെയുണ്ടോ ഓരോ സ്ത്രീ? ഇന്നത്തെ ഈ ചടങ്ങ് ഏത് വിധേനയും അലങ്കോലമാക്കണം എന്നത് മാത്രമാണ് അവളുടെ ലക്ഷ്യം. അവളുടെ കയ്യിലേക്കാണ് മീര ഇപ്പൊ കുഞ്ഞിനെ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ആതിര ആകെ ദേഷ്യത്തോടെ അർച്ചനയുടെ അരികിലേക്ക് പുറപ്പെട്ടു. അർച്ചന ഈ സമയത്ത് കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് ആതിര എത്തിയത്. അത് ശരി, നിങ്ങളോട് എത്ര തവണ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഒരു കാര്യം ഒരു വട്ടം പറഞ്ഞാൽ ആക്കത്തില്ലേ എന്ന് ചോദിച്ച് അർച്ചനയുടെ കയ്യിൽ നിന്ന് ആതിര എന്റെ കുഞ്ഞിനെ ഇങ്ങതാ എന്ന് പറഞ്ഞ് ബലമായി കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തു. ഉടനെ അർച്ചന പറഞ്ഞു, അതെ ഞാനൊന്നും ചെയ്തില്ല, കുഞ്ഞ് താഴെ നിലത്ത് തനിച്ച് കിടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ എവിടേക്ക് വന്നെടുത്തത് എന്ന് പറഞ്ഞപ്പോ ഉടനെ കുഞ്ഞിന്റെ അരയിൽ കിടന്ന ആ പുതിയ കോടിമുണ്ട് ഊരി മാറ്റിയതും അരയിൽ ആ കറുത്ത ചരട് കിടക്കുന്നത് ആതിര കണ്ടു. ഇത് കണ്ടതോടെ ആതിര ചോദിച്ചു, എന്താ ഇത്, നിങ്ങൾ എന്താ ഈ കാട്ടിയത് എന്ന് ചോദിച്ചു. അർച്ചനാവെ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. നിങ്ങൾ എന്തിനാ എന്റെ കുഞ്ഞിന്റെ അരയിൽ ഈ നൂല് കെട്ടിയത് എന്ന് ചോദിച്ചു. ഞാനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് അർച്ചന വേഗം ഞെട്ടലോടെ എഴുന്നേൽക്കുമ്പോ മീരടുത്തി പറഞ്ഞു, കുളിപ്പിക്കുമ്പോ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കുഞ്ഞിന്റെ അരയിൽ, ഞാൻ ശരിക്കും ശ്രദ്ധിച്ചതാണല്ലോ എന്ന് മീരടുത്തി അറിയിച്ചു. അപ്പോഴേക്കും മോളെ ആവണി, അവള് കാണിച്ച എന്തേലും കുസൃതിയായിരിക്കും ഇത് എന്ന് പറഞ്ഞതും മീരടുത്തി അങ്ങനെ പറഞ്ഞ് സംസാരിച്ചു തീരുമ്പോഴേക്കും ആവണി മോൾ അവിടെ കൂടിയെത്തി. എന്താ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ടോ ആവണിയോട് മീരടുത്തി ചോദിച്ചു, മോളെ നീ എന്തിനാടി കുഞ്ഞിന്റെ അരയിൽ ഈ കറുത്ത ചരട് കെട്ടിക്കൊടുത്തത് എന്ന് ചോദിച്ചപ്പോ ആവണി പറഞ്ഞു, ഇല്ലമ്മേ ഞാനല്ലമ്മേ എന്ന് പറഞ്ഞു. ആവണി നീ തല്ലുകൊള്ളും, നീ വെറുതെ പറയണ്ട എന്ന് പറഞ്ഞപ്പോ ആതിര പറഞ്ഞു, വേണ്ട ഏട്ടത്തി, വെറുതെ ആവണി മോളെ ഇതേ കുറ്റക്കാരിയാക്കാൻ നോക്കണ്ട, അവളുടെ മേൽ കുറ്റം ആരോപിക്കാനും ശ്രമിക്കണ്ട. എനിക്കറിയാം ഇതാരാ ചെയ്തതെന്ന്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്റെ ചേച്ചി എന്ന് പറയുന്ന ഇവർ തന്നെയായിരിക്കും ഇതെല്ലാം കാണിച്ചത്. കുഞ്ഞിനെ എടുക്കരുതെന്നും കുഞ്ഞിനെ കയ്യിൽ കൊണ്ടു നടക്കാൻ ശ്രമിക്കരുതെന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നോടുള്ള പക തീർക്കുകയാണത്. അതിന് മീരടത്തെയും കൂട്ടുതന്നു അല്ലെ എന്ന് ചോദിച്ചപ്പോ മീര പറഞ്ഞു, ആതിരെ നീ ആവശ്യമില്ലാത്തൊന്നും വിളിച്ചു പറയത്, ഞാനൊന്നിനും കൂട്ടുതന്നൊന്നുമില്ല. കുഞ്ഞിനെ ഞാൻ കുളിപ്പിച്ച് അവിടെ കിടത്തി എന്ന് മാത്രമേ ഉള്ളൂ. അർച്ചനെ അച്ചു എനിക്കറിയണം, നീയാണ് കുഞ്ഞിന്റെ അരയിൽ ഈ ചരട് കെട്ടിയത് എന്ന് ചോദിച്ചതും അല്ല ഞാനല്ല എടുത്തി, എനിക്കൊന്നും അറിയില്ല എന്ന് അർച്ചന പറഞ്ഞു. ഉടനെ ആതിര ഒരു ബഹളം ഉണ്ടാക്കുന്നതിന് വേണ്ടി കുഞ്ഞുമായി വേഗം താഴേക്ക് പോകുമ്പോ മീരയും അർച്ചനയും ആകെ ഞെട്ടലോടെ നോക്കി. അപ്പോഴേക്കും താഴെ ഹാളിലേക്ക് എല്ലാവരും അവിടെ ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആതിര കുഞ്ഞുമായിട്ട് വളരെ ദേഷ്യത്തോടെ അവിടേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. എന്താന്നുള്ള രീതിയിൽ എല്ലാവരും ആശങ്കപ്പെട്ടങ്ങ് നിൽക്കുമ്പോൾ കമലമ്മ ചോദിച്ചു അരികിലേക്ക് വന്ന്, എന്താ അതിരെ നീ എന്താ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തോണ്ട് വന്നത് എന്ന് ചോദിച്ചതും, അതെ ഇന്നിവിടെ എല്ലാവരും ചേർന്ന് നിൽക്കുന്നത് ഇവിടെ എന്ത് ചടങ്ങ് നടത്താനാണോ, അതിന് ഇനി ആരും ശ്രമിക്കേണ്ടതില്ല, ആ ചടങ്ങൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും എന്താ എന്നുള്ള രീതിയിൽ എല്ലാവരും പരസ്പരം നോക്കി നിൽക്കുമ്പോ ആതിര പറഞ്ഞു, അതെ കുഞ്ഞിന്റെ നൂല് കെട്ടി ഇറങ്ങനല്ലേ എല്ലാരും ഇവിടെ എത്തിയത്, ഞാൻ ഈ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ആകെ പ്രശ്നമെങ്കിലേ ഇത് കണ്ടോ, കുഞ്ഞിന്റെ അരയിൽ ഈ നൂല് കെട്ടിയിരിക്കുന്ന ആരാണെന്ന് നോക്ക് എന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്താ സംഭവം എന്നറിയാതെ ആശ്ചര്യത്തോടെ കമലെടുത്ത് ചോദിച്ചു, നീ എന്താ ആതിര ഈ വിളിച്ച് പറയുന്നത്, എന്താണെന്നും നിനക്ക് യാതൊരു ബോധവും ഇല്ലേ, ഇവിടെ നിൽക്കുന്നവർ ആരൊക്കെയാണെന്നും നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നൊന്നും അറിയില്ലേ എന്ന് ചോദിച്ചപ്പോ ആതിര പറഞ്ഞു, ഞാൻ പറയുന്നതാണോ പ്രശ്നം, അമ്മയുടെ മൂത്ത മകൾ കാണിച്ചിരിക്കുന്ന പ്രവൃത്തി കണ്ടില്ലേ, കുഞ്ഞിനെ ഇന്നിവിടെ മുഹൂർത്തം നോക്കി കുഞ്ഞിന്റെ അരയിൽ എല്ലാവരും ചടങ്ങുകളും ആചാരങ്ങളും അനുസരിച്ച് കെട്ടാനായി ആഗ്രഹിച്ച ആ ചരട് ഇവരാരും അറിയാതെ, നമ്മളോട് പോലും പറയാതെ, ഇവരെ ഇതിൽ പങ്കെടുപ്പിക്കരുതെന്ന് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ നമ്മൾ ആരും അറിയാതെ ഇവർ കുഞ്ഞിന്റെ തക്കം കിട്ടിയ സമയത്ത് കുഞ്ഞിന്റെ അരയിൽ ആ കറുത്ത ചരട് കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടതും അനൂപ് പറഞ്ഞു,
ആതിരെ, നീ ആവശ്യമില്ലാത്തൊന്നും വിളിച്ചു പറയരുത്. ഉടനെ അച്ചു പറഞ്ഞു, ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ഇതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ കുഞ്ഞിനെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞിന്റെ അരയിൽ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ അവന്തിക ശിവരാമൻ കുഞ്ഞിനെ മടിയിലെടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് ഇരിക്കുന്നപ്പോ അതിന് പിന്നിലുള്ള പ്രവൃത്തി ശിവരാമന്റേതായിരുന്നുവെന്ന് അവന്തിക്ക് മനസ്സിലായി. ഉടനെ അവന്തിക പറഞ്ഞു, അതെ, ആതിര ഇങ്ങനെ പറയുമ്പോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണല്ലോ. ഇവിടെ വേറെ ആരും വന്നിട്ടില്ലല്ലോ. ഈ ചടങ്ങിൽ പങ്കുചേരാൻ വന്ന ഈ കുടുംബത്തിലുള്ള അംഗങ്ങൾ മാത്രമാണല്ലോ. നമ്മളെല്ലാവരും അല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുകയുമായിരുന്നു. അപ്പോ സാഹചര്യം വെച്ച് നോക്കുമ്പോ ഇത് ആരാ ചെയ്തതെന്നുള്ള കാര്യം വ്യക്തമാണല്ലോ എന്ന് പറഞ്ഞപ്പോ ആതിര പറഞ്ഞു, അതേ എടുത്തി, അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഇവര് തന്നെയാ ഇത് ചെയ്തത്. ഇവരെ അത് ചെയ്യൂ എന്നെല്ലാം ആതിര ദേഷ്യത്തോടെ അറിയിച്ചു. അർച്ചന ആകെ വിഷമത്തോടെ സച്ചിയെയും മറ്റെല്ലാവരെയും നോക്കി ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അർച്ചന അങ്ങനെ നിൽക്കുമ്പോ സേതുമാധവൻ പറഞ്ഞു, എന്താ ഇവിടെ എല്ലാവരും മുഹൂർത്തവും ആചാരവും ഒക്കെ അനുസരിച്ച് ഇന്ന് ഈ ചടങ്ങ് നടത്താൻ ആഗ്രഹിച്ചതാണ്. അതിപ്പോ ആരാണ് ആ ചടങ്ങിന് വിപരീതമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അത് വലിയ തെറ്റായി പോയി എന്ന് സേതുമാധവൻ പറഞ്ഞതും അർച്ചന പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ സന്ദീപ് അവിടേക്ക് വന്നിട്ട് പറഞ്ഞു, ഏട്ടത്തിയാണ് ഇത് തെറ്റ് ചെയ്തതെന്ന് ഇവിടെ ആരൊക്കെ പറഞ്ഞാലും ശരി, ഏട്ടത്തി അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും എനിക്കും സച്ചിയേട്ടനും അതിൽ ഉറപ്പുണ്ട് എന്ന് സന്ദീപ് അറിയിച്ചു. ഇത് കേട്ടതും ആതിര പറഞ്ഞു, അങ്ങനെയൊക്കെ ചിന്തിച്ചങ്ങ് നിന്നോ, അല്ലേലും അങ്ങനെയല്ലേ പറയൂ എന്ന് ചോദിച്ച് ആതിര ദേഷ്യപ്പെട്ടു. ഇവരെന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കലാണല്ലോ സന്ദീപിന്റെ എപ്പോഴത്തെയും പ്രവൃത്തികൾ. എന്തായാലും ഇന്നിനി ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടത്തേണ്ടതില്ല, ആ ചടങ്ങ് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ സന്ദീപ് പറഞ്ഞു, ആതിരെ, നീ ഇത് ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ആ അരയിൽ കിടക്കുന്ന ആ ചരടങ്ങ് അഴിച്ചു മാറ്റിയിട്ട് നമ്മള് കുറിച്ചിരിക്കുന്ന പോലെ, നമ്മള് മുഹൂർത്തം കുറിച്ചതുപോലെ ആ കൃത്യസമയത്ത് ആ ചടങ്ങ് നടത്തിയാൽ മതിയല്ലോ. അതിന് ഇത്ര പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചതും ആതിര പറഞ്ഞു, അതെ, നിങ്ങൾക്കെല്ലാവർക്കും ഇതൊന്നും വലിയ കാര്യമല്ലല്ലോ. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നതാണല്ലോ പ്രശ്നം. എന്തായാലും സന്ദീപ് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ചടങ്ങ് നമുക്ക് നടത്താം. ഇവര് ഇതൊക്കെ ചെയ്തത് അങ്ങ് മറക്കാല്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ അർച്ചനയുടെ ആതിരയുടെ അരികിലേക്ക് എത്തി കമലമ്മ ചോദിച്ചു, ആതിരെ, നീ കുറെ നേരം ആയല്ലോ ഇവരെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അർച്ചനയെ കുറ്റപ്പെടുത്തുന്ന, അർച്ചനയെ മോശക്കാരിയാക്കുന്ന രീതിയിൽ സംസാരിച്ച ആതിരയുടെ വാക്കുകൾ കേട്ട് കമലയിടത്തേക്ക് ആകെ സഹിയിട്ടതും ഉടനെ ആതിരയുടെ കർണത്ത് അവിടെ എല്ലാവരും നോക്കി നിൽക്കെ കമലമ്മ തല്ലുന്നു. അത് കണ്ടതിന്റെ ദേഷ്യത്തിൽ കമലമ്മയുടെ ആ ഒരു പ്രവൃത്തിയിൽ മനസ്സ് തകർന്ന് അങ്ങനെ ആതിര നിൽക്കുമ്പോ ഉടനെ ധ്യാനതമാഷ് കമലമ്മയെ പിടിച്ചു നിർത്തി. കമലേ എന്ന് പറഞ്ഞതും ഉടനെ കമലമ്മ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആതിരെ? കുറെ ദിവസമായി എന്റെ അച്ചുമോളെ കുറിച്ച് നീ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അച്ചുമോള് എല്ലാം മറന്ന് അവളുടെ കുടുംബത്തിനും അവളുടെ അനുജത്തിക്കും എല്ലാം വേണ്ടി അവൾ മനസ്സ് ആഗ്രഹിച്ച് അവൾ ആത്മാർത്ഥമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. എന്നിട്ടും എന്റെ കുഞ്ഞിനെ നീ ഓരോ തവണയും അവളെ പരിഹസിക്കുകയും തള്ളിക്കളയുകയും അവളെ കുറ്റപ്പെടുത്തുകയുമാണ് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടതും ധ്യാനതമാഷ് പറഞ്ഞു, മതി കമലെ, മതി. എന്തായാലും ഇന്നിവിടെ ഒരു ചടങ്ങ് നടത്താൻ നമ്മൾ തീരുമാനിച്ചു. ഇന്നത്തെ ഒരു നല്ല ദിവസം. ആതിരെ, നീ അത് അലങ്കോലമാക്കാൻ നോക്കണ്ട. ഇവിടെ ഇപ്പോ നമ്മൾ ആചാരപ്രകാരം മുഹൂർത്തം കുറിച്ച് ചടങ്ങ് നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ അതങ്ങ് അഴിച്ചു കളഞ്ഞിട്ട് സന്ദീപ് പറഞ്ഞതുപോലെ മുഹൂർത്തത്തിന് തന്നെ ആ ചടങ്ങ് നമുക്ക് നടത്തണം. അതാണ് യഥാർത്ഥത്തിൽ ചടങ്ങാവുകയുമുള്ളൂ. അതുകൊണ്ട് മറ്റൊന്നും ആരും മനസ്സിൽ കൊണ്ടു നടക്കണ്ട എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഉടനെ സച്ചി പറഞ്ഞു, ആതിരെ, അർച്ചനയാണ് ഈ ഒരു കാര്യം ചെയ്തതെന്ന് ആതിര ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അർച്ചനയ്ക്ക് വേണ്ടി ഞാൻ ആതിരയുടെ മാപ്പ് ചോദിക്കുന്നു എന്ന് സച്ചി അറിയിച്ചു. അത് കേട്ടതും എല്ലാവരും ആകെ വിഷമത്തോടെ നിൽക്കുമ്പോ സച്ചി പറഞ്ഞു, ഇനി ഇതിന്റെ പേരിൽ ഈ ഒരു ചടങ്ങിലെ യാതൊരു പ്രശ്നവും ഉണ്ടാക്കരുത്. നല്ലൊരു ദിവസമായിട്ട് ഈ ഒരു ചടങ്ങിന്റെ പേരിൽ ഇവിടെ ഒരു കുഴപ്പവും വരരുത് എന്ന് പറഞ്ഞപ്പോ ആതിര പറഞ്ഞു, ശരി, എല്ലാവരുടെ ആഗ്രഹം അത് തന്നെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ആവശ്യവും ന്യായമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചരട് ഇവര് എന്റെ കൊച്ചിന്റെ അരികിൽ കെട്ടിയത് കൊണ്ട് ഇവർ തന്നെ അത് അഴിക്കണം. അതുമാത്രമല്ല, പിന്നെ ഈ ചടങ്ങിൽ ഇവര് ഉൾപ്പെടുത്താനും പാടില്ല, ഇവര് വേണ്ട എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ അർച്ചന ആകെ ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുമ്പോ സച്ചിയും മറ്റെല്ലാവരും ആതിരയുടെ ആ ഒരു ആവശ്യത്തെ ഞെട്ടലോടെ കേട്ടു നിന്നതും അവന്തിക തന്റെ ആഗ്രഹങ്ങൾ സഫലമാവുന്നത് പോലെ, തന്റെ ആഗ്രഹങ്ങൾ സാധിച്ചതുപോലെ അങ്ങനെ നിൽക്കുമ്പോ ഉടനെ ആതിര പറഞ്ഞു, അതെ, അങ്ങനെയാണെങ്കിൽ മാത്രം ഇന്നിവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കും, അല്ലെങ്കിൽ ഈ ചടങ്ങ് വേണ്ട എന്ന് പറഞ്ഞു. ഇത് കേട്ടതും സന്ദീപ് പറഞ്ഞു, ആതിരെ, വേണ്ട, ഏട്ടത്തിയെ ഒഴിവാക്കി ഇങ്ങനൊരു ചടങ്ങ് ഇവിടെ നടത്താന്ന് നീയും കരുതണ്ട. എന്റെ കുഞ്ഞിന്റെ അരയിൽ ഒരു കറുത്ത ചരട് കെട്ടിയതിന്റെ പേരിലല്ലേ
എന്റെ കുഞ്ഞിന് ആ ഒരു ചടങ്ങ് മാത്രം മതി. അതിന്റെ അരയിൽ അങ്ങനെ ഒരു ചരട് കിടപ്പുണ്ടല്ലോ, അത് മാത്രം മതി. ഇനി മറ്റൊരു ചടങ്ങായിട്ട് നൂലുകെട്ട് നടത്തണ്ട, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് സന്ദീപും കലിയോടെ സംസാരിക്കുന്നത് കേട്ട് അർച്ചനയും മറ്റെല്ലാവരും ആകെ വിഷമത്തിലായി. കുഞ്ഞിന്റെ ആ നൂലുകെട്ട് ചടങ്ങ് കാര്യം അല്ലെങ്കിൽ താൻ കാരണം അത് അലങ്കോലമാക്കപ്പെടാതിരിക്കാനായിട്ട് അർച്ചന ആകെ വിഷമത്തോടെ സന്ദീപിനെ നോക്കി. എന്നിട്ട് സന്ദീപിന് അരികിലേക്ക് എത്തി പറഞ്ഞു, സന്ദീപെ, ഇന്നത്തെ ഈ ചടങ്ങ് ഒരു കാരണവശാലും വാശിയുടെ പുറത്താണെങ്കിലും അല്ലെങ്കിലും അത് അലങ്കോലമാക്കരുത് എന്നറിയിച്ചു. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നോളാം, ഞാൻ അത് അഴിച്ചെടുക്കുകയും ചെയ്തോളാം എന്ന് പറഞ്ഞ് അർച്ചന അത് അഴിച്ചെടുക്കാൻ തയ്യാറാകുന്നു. അതിനുശേഷം അവിടുന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുമ്പോൾ അർച്ചനയ്ക്ക് വേണ്ടി മറ്റെല്ലാവരും മാധുരിയോട് സംസാരിക്കാൻ തയ്യാറായി. അതോടൊപ്പം അർച്ചനയെ കിച്ചണിലേക്ക് എത്തി കമലമ്മയും സേതുമാധവനും സച്ചിയും മീരയെടുത്തിയുമൊക്കെ അർച്ചനയോട് എല്ലാം മറന്ന് കുഞ്ഞിന്റെ ആ ചടങ്ങിൽ വന്ന് പങ്കെടുക്കണമെന്നും ആതിരയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ, പക്വതയില്ലാത്ത പെരുമാറ്റവും സംസാരവുമാണ് അവളുടേത് എന്നെല്ലാം എല്ലാവരും പറയുമ്പോൾ ഇത് കേട്ട അർച്ചന പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ടി അവളുടെ മുന്നിൽ ചെന്ന് എനിക്ക് വക്കാലത്ത് പറഞ്ഞ് ഇനി നിങ്ങളാരും അവളുടെ ശത്രുക്കളായി മാറണ്ട, അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല, ഞാൻ മാറി നിന്നോളാം എന്ന് അർച്ചന എല്ലാവരെയും സമാധാനപ്പെടുത്തി പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നു.